കവിത ഒരിക്കൽ കൂടി നിന്റെ മുന്നിൽ തോറ്റില്ലേ? ഓരോ തവണയും അവളെ തോൽക്കുമ്പോ വിട്ടുകളയാനല്ല, പിന്നെയും പിന്നെയും അവളെ തോൽപ്പിക്കാനാ എനിക്ക് തോന്നുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചാ അമ്മ എന്നോട് സത്യം പറയൂ? ഞാൻ ഒരുപാടങ്ങ് മാറിപ്പോയ അമ്മേ. എനിക്ക് തന്നെ തോന്നും ഞാൻ ആ പഴയ ബാലാമണിയെ അല്ലാന്ന്. നിന്റെ രൂപമേ മാറിയിട്ടുള്ളൂ. ആ പഴയ ബാലാമണി ഇപ്പോഴും നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതുകൊണ്ടാ നിനക്കിങ്ങനെ ചോദിക്കാൻ തോന്നുന്നത്. അമ്മ എങ്ങനെയാ എന്നെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്? എന്തിനമ്മ എന്നെ ഇത്ര സ്നേഹിക്കുന്നത്? അതിന് മാത്രം എന്ത് ഗുണവാ എന്നിലുള്ളത്? നന്മ മാത്രമുള്ളൊരു മനസ്സ്. അതിലും വലിയ ഒരു ഗുണവും വേണ്ട. നിന്റെ നന്മയാ അമ്മ ഇഷ്ടപ്പെട്ടത്. ഇവിടെ ആരും ഇല്ലേ? എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലേ? താൻ ആരാ? ആരെ കാണാൻ എങ്ങോട്ട് വന്നത്? ഞാൻ ഡോക്ടറെ കാണാൻ വന്നതാ. ആരെ? കാർത്തിക്കിനെയോ? അല്ല, അഭിരാമി ഡോക്ടർ. കണ്ടിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ വെച്ച് അവർ രണ്ടുപേരും രോഗികളെ പരിശോധിക്കാറില്ല. നിങ്ങൾ അവളെ ഹോസ്പിറ്റലിൽ പോയി കാണ്. അല്ല, ഈ അഭിരാമി അല്ലാതെ വേറെ നല്ല ഡോക്ടർമാരെ ഒന്നും നിങ്ങൾക്ക് കിട്ടിയില്ലേ? നിങ്ങളായിരുന്നോ? മട്ടൻ സൂപ്പ്. ഇതിനകത്ത് ഉപ്പെന്ന് പറഞ്ഞ സാധനം ഇട്ടിട്ടില്ലല്ലോ. ഇങ്ങനെയാണോ മട്ടൻ സൂപ്പ് ഉണ്ടാക്കുന്നത്? ഗീതമ്മേ, ഞാൻ ഉപ്പിട്ടതാണല്ലോ. ഷെടാ, ഉപ്പല്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ എടുത്തിട്ടത്? നിങ്ങളോട് പോകാൻ പറഞ്ഞിട്ടും പിന്നെന്തിനാ നിൽക്കുന്നത്? അല്ല, ഞാൻ ഡോക്ടർ പോകാനല്ലേ തന്നോട് പറഞ്ഞത്? ചെല്ലപ്പൻ ചേട്ടൻ ഞാൻ വിളിച്ചിട്ട് വന്നതാ. ആഹാ, ഈ വീട്ടിൽ കൺസൾട്ടിങ് പറ്റില്ല എന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ കാര്യങ്ങൾ ചെയ്യും. ഗീതേച്ചി അതിലൊന്നും ഇടപെടണ്ട. എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ. ഗീതമ്മേ, ഒരു മിനിറ്റ്, ഒന്ന് വന്നേ. എന്താ കാര്യം? അത് ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഒന്ന് വന്നേ. എന്താ കാര്യം? അടുക്കളയിലെ കുപ്പികളിൽ ഒരിക്കലും വിമ്മിട്ട് വെക്കരുത്. ഓ, ഇതാണോ ഇത്ര വലിയ ആനക്കാര്യം? അല്ല, അത്യാവശ്യ കാര്യം പറയാൻ പോകുന്നതേ ഉള്ളൂ. അടുക്കളയിൽ ഇരുന്ന ആ വിമ്മാണോ ഉപ്പെന്ന് കരുതിയ സൂപ്പിലിട്ടതെന്ന് എനിക്കൊരു സംശയം. അത് വിമ്മാണെങ്കിൽ ഇവിടെ തർക്കിക്കാൻ നിൽക്കണ്ട, നാറിപ്പോവും. ഇത് ഉപ്പ് തന്നെയാ. ഹൗ, സമാധാനായി. നമ്മുടെ അഭിമാനം നോക്കണമല്ലോ. വേണ്ട ഗീതമ്മേ. ഗീതമ്മയ്ക്ക് ഉപ്പ് എത്ര ഇടണ്ടേ? നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒരു കാരണവശാലും ഇവിടേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലേ? പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അവൾ കേൾക്കണ്ടേ ഡോക്ടറെ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ പിന്നെ അവൾ ബഹളം തുടങ്ങും. ശരി, ഇപ്പൊ ഇങ്ങോട്ട് വന്നതിന്റെ കാരണം എന്താണെന്ന് പറയും. കുറച്ച് പണത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ പണം തന്നതാണല്ലോ. കുറച്ച് കടം ഉണ്ടായിരുന്നു ഡോക്ടറെ, അതൊക്കെ അങ്ങോട്ട് തീർത്തു. മോൻ എങ്ങനെ ഇരിക്കുന്നു? നല്ല മിടുക്കനായിട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും എടുത്തോണ്ട് നടക്കണം, എന്നെ വലിയ കാര്യമാണ്. അതെയോ? ചെല്ലപ്പോ നിക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട് വരാം. ഇപ്പൊ ഒരു 20,000 മതിയാവോ? മതി. അല്ല ഡോക്ടറെ, ഒരിക്കലും ചോദിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാ. എന്നാലും എൻ്റെ മനസ്സ് സമ്മതിക്കാത്തതുകൊണ്ട് ചോദിച്ചു പോവുക. ഡോക്ടർ ഞങ്ങളെ വളർത്താൻ ഏൽപ്പിച്ച ആ കുട്ടി, അവൻ ആരാ? അതാരുടെ കുഞ്ഞാ ഡോക്ടറെ? എന്തിനാ ഡോക്ടർ അതിനെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? നിങ്ങൾക്ക് ആ കുട്ടിയെ നോക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അയ്യോ, ഞാൻ മറ്റെന്തെങ്കിലും വഴി നോക്കാം. അയ്യോ, അതുകൊണ്ടൊന്നുമല്ല. അവൻ ആരാണെന്ന് അറിയേണ്ട കാര്യം നിങ്ങൾക്കില്ല. അവനെക്കുറിച്ച് ഒരു കാര്യവും നിങ്ങൾ അറിയണ്ട. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും അവനെ നന്നായിട്ട് നോക്കി വളർത്തുക. ആ ജോലിക്കുള്ള ശമ്പളം മാസാമാസം കൃത്യമായിട്ട് ഞാൻ തരും. അതിനപ്പുറത്തുള്ള കാര്യങ്ങളൊന്നും നിങ്ങളിപ്പോൾ അന്വേഷിക്കണ്ട.
ഇനി ഒരിക്കലും എന്നെ തിരക്കി ഇങ്ങോട്ട് വരരുത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലോ പുറത്ത് വെച്ച് കാണാം, അല്ലാതെ ഇവിടെ വേണ്ട. ശരിയാ ഡോക്ടർ പറഞ്ഞത്. ഞാനിങ്ങോട്ട് വരുന്നത് കണ്ടിട്ട് ആർക്കെങ്കിലും സംശയം തോന്നിയാലോ? 20,000 രൂപയുണ്ട്. ഇത് കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സും സിറപ്പോ. ഇത് അവനെ കൊണ്ട് കഴിപ്പിക്കണം. ടാബ്ലറ്റ്സ് പാലിലോ ചൂടുവെള്ളത്തിലോ ചേർത്ത് കൊടുത്താൽ മതി. ശരി ഡോക്ടറെ, ഇതൊക്കെ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിച്ചോളാം. നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ച ഞാൻ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. ഒരിക്കലും അതിനെക്കുറിച്ചൊന്നും മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഇല്ല ഡോക്ടർ, എൻ്റെ മണ്ടത്തരത്തിന് ഞാനതൊക്കെ ചോദിച്ചതേ ഉള്ളൂ. ഒന്നും ആരും അറിയില്ല. ശരി, എന്നാ ചേട്ടൻ പൊയ്ക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. ശരി. ഗീതമ്മേ, അവള് നമ്മളെയൊക്കെ വിട്ടികളാക്കുവാ. ആരുടെ കാര്യം അമ്മ ഈ പറയുന്നേ? അഭിരാമിയുടെ. അവളെ കാണാൻ നേരത്തെ ഒരുത്തൻ ഇവിടെ വന്നില്ലേ? അവൻ അവളുടെ പേഷ്യന്റ് ആണെന്നല്ലേ നിന്നോട് അവള് പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല, എന്തോ ഒരു കള്ളത്തരമുണ്ട്. അതെനിക്ക് ബോധ്യമായി. കാര്യം എന്താണെന്ന് വെച്ചാൽ അമ്മ തെളിച്ചു പറ. എടി, ഇപ്പൊ വന്നിട്ട് പോയവനില്ലേ, അവൻ ചികിത്സയ്ക്കായിട്ട് വന്നവനൊന്നും അല്ല. അഭിരാമിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിക്കാനായിട്ട് അവൻ വന്നത്. കാശ് വാങ്ങിക്കാനോ? അഭിരാമി അയാൾക്ക് കാശ് കൊടുക്കുന്നത് അമ്മ കണ്ടോ? പിന്നെ കാണാതെ. 500,000 ഒന്നും അല്ല, 20,000 രൂപയാ അഭിരാമി അയാൾക്ക് കൊടുത്തത്. അത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. 20,000 രൂപയോ? ആ, എന്റെ പൊന്നു ഗീതമേ, ഞാൻ കള്ളം പറയുന്നതല്ല. അപ്പൊ ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. അയാളെ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് എന്തോ ഒരു പൊരുത്തക്കേട് തോന്നിയതാ. കള്ളത്തരം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാ. അല്ലെങ്കിൽ പിന്നെ മേലിൽ ഈ വീട്ടിലേക്ക് വരരുതെന്ന് അവൾ അയാളോട് പറയൂ. അയാൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നാൽ ചിലതൊക്കെ നമ്മളും അറിയുമല്ലോ. ആ പേടി കൊണ്ട് തന്നെയാ ഇങ്ങോട്ട് വരരുതെന്ന് അയാളോട് അവൾ പറഞ്ഞത്. നീ എന്താലോചിച്ചാ ഗീതമ്മ ചിരിക്കുന്നത്? സന്തോഷം കൊണ്ട് ചിരിച്ചതാമേ. നീ ഇവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാതെ ഒന്ന് എന്റെ കൂടെ വന്നേ. എന്തിന്? എടി, അവളെ കാണാൻ വന്നവൻ ആരാണെന്ന് നമുക്കറിയണ്ടേ? അത് ചെന്ന് ചോദിക്കാന്നാ പറഞ്ഞത്. ഇപ്പോ നമ്മൾ അവളോട് ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ ഇതങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. നിനക്ക് വയെങ്കിൽ ഞാൻ ചെന്ന് ചോദിച്ചോളാം. ചോദ്യവും പറച്ചിലും ഒക്കെ ഞാൻ ആയിക്കോളാം. അമ്മ ഒരു ഭാഗത്തങ്ങ് മിണ്ടാതെ നിന്നാ മതി. അമ്മേ, അവളുടെ അഹങ്കാരം തീർക്കാൻ നമുക്ക് കിട്ടിയ പറ്റിയ മരുന്നായത്. പക്ഷേ അത് നോക്കിയും കണ്ടും പ്രയോഗിക്കണം. എന്നുവെച്ചാ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അവളോട് എന്തായാലും ചോദിക്കും. പക്ഷേ ആ ചോദ്യവും പറച്ചിലും ഒക്കെ കാർത്തിക്കും കൂടി ഉള്ളപ്പോഴായിരിക്കണം എന്ന് മാത്രം. എന്താ, അതല്ലേ നല്ലത്? ആ, നീ പറഞ്ഞതാടി അതിന്റെ ശരി. ഇത് കാർത്തികിന്റെ മുമ്പിൽ വെച്ച് തന്നെ വേണം ചോദിക്കാൻ. ഒരു കാരണവശാലും അവൾ സത്യം പറയില്ല. ഇനി അഥവാ പറഞ്ഞാൽ നമ്മൾ അത് കള്ളമാക്കി മാറ്റുകയും ചെയ്യും. അമ്മ നോക്കിക്കോ, ഇന്ന് അഭിരാമി ഇത്തിരി വെള്ളം കുടിക്കും. നീ അതെ, ഞാൻ കുടിച്ചിട്ടുണ്ട്. അമ്മയോട് സംസാരിക്കാനുള്ള ധൈര്യം കിട്ടാൻ വേണ്ടി തന്നെ കുടിച്ചതും. എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ട് അമ്മ. എന്തിനാ എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്തുന്നത്? ഞാനിപ്പോ ഇവിടെ ആർക്കും വേണ്ടാത്തവനുമായി മാറി. അമ്മ പോലും എന്റെ തകർച്ചകൾ കണ്ട് സന്തോഷിക്കാന്നാ എനിക്കിപ്പോ തോന്നുന്നത്. ഇപ്പൊ നിനക്ക് ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടല്ലേ? അതെ, എന്നെ ആരും സ്നേഹിക്കുന്നില്ല. നിന്നെ സ്നേഹിച്ച ആരെങ്കിലും നീ തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടോ? അല്പമൊന്ന് പുറകോട്ട് ചിന്തിച്ചു നോക്ക്. അതിന്റെ ഉത്തരം കിട്ടും നിനക്ക്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ബാലാമണി.
ആ വിളക്കിനെ ഊതിക്കെടുത്തിയവനാ നീ. ഇനി കവിത എന്ന ഇരുട്ടിനൊപ്പം ബാക്കി ജീവിതം ജീവിച്ചു തീർക്കാനാ നിന്റെ വിധി. അതിൽ നിന്നും നിന്നെ രക്ഷിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. എന്താടി നീ ഒന്ന് ആലോചിക്കുന്നത്? ഇനി ആരുടെ ജീവിതം കൊളന്നുകൊണ്ടാന്ന്? അനന്തു, എനിക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്ക. വെറുതെ എന്നോട് ഉടക്കാൻ വരരുത്. ആ, നിനക്ക് ഭ്രാന്ത് പിടിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശേ. അങ്ങനത്തെ പ്രവൃത്തികളല്ലേ നീ ചെയ്തു കൂട്ടിയല്ല. ഈ സമയത്ത് എന്നെ വിചാരണ ചെയ്യാൻ വരരുത്. അനന്തു ഇപ്പൊ സ്വബോധത്തിലല്ല. നമുക്ക് നാളെ രാവിലെ സംസാരിക്കാം. പറ്റില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇപ്പൊ തന്നെ പറയണം. ഇതിന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയോ? എല്ലാരും കൂടി എന്നെ ഒറ്റപ്പെടുത്തിയിരിക്കുക. അതിന് കാരണക്കാരി നീയാ. ഈ വീട്ടിൽ എന്നും നിങ്ങളുടെ സ്റ്റാൻഡ് ഇങ്ങനെ തന്നെ ആയിരുന്നു. അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അല്ല, നീ വന്നതോടുകൂടിയാ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. അപ്പോ അതിനു മുമ്പ് ബാലാമണിയുമൊത്ത് നിങ്ങൾ സുഖമായിട്ട് ജീവിക്കായിരുന്നോ? അതേടി, അതെ, ഞാൻ സുഖമായിട്ട് ജീവിക്കായിരുന്നു. നിന്നെ പോലെ ഒരുത്തി വന്ന് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയപ്പോഴാ അവളുടെ വില ഞാൻ അറിഞ്ഞത്. നിങ്ങളുടെ ഭാര്യയായി കഴിഞ്ഞുകൊണ്ട് ഏതോ ഒരുത്തന്റെ കുഞ്ഞിനെ ഗർഭം ധരിച്ച ആ ബാലാമണി നിങ്ങൾക്കിപ്പോ ദൈവതുല്യമായ സ്ഥാനത്ത് അല്ലേ? നാണോ ഇല്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ഞാനല്ല, നിങ്ങളുടെ ആണത്തോ ഇല്ലായ്മയാ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചത്. എന്താടി നീ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞത്? എന്നെ നീ കൊല്ലൂടി. വേണ്ട വേണ്ടെന്ന് വയ്ക്കുന്നത് നീ എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കാം. നീ എന്താടാ കഴിക്കാതിരിക്കുന്നേ? ഒന്നിനും ഒരു രുചിയും തോന്നുന്നില്ല. എന്റെ പാചകം മോശമാണെന്ന് ആദ്യമായിട്ട് ഒരാൾ പറയുന്നേ. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. സഹദേവേട്ടൻ വിഷമിക്കണ്ട. പാചകത്തിനൊന്നും ഒരു കുഴപ്പമില്ല. നല്ല നാടൻ രുചി. കുഴപ്പം കാർത്തികിന്റെ നാവിനാ. അല്ല കാർത്തികേ, ഒരു തീരുമാനം എടുത്താൽ അതിൽ തന്നെ ഉറച്ചു നിൽക്കണ്ടേ? ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ വീട്ടിൽ വെച്ച് കൺസൾട്ടിങ് വേണ്ടാന്ന് നീയും അഭിരാമിയും കൂടെ ആണല്ലോ തീരുമാനിച്ചത്. ആ, അതെ. എന്നാ നിന്റെ ഭാര്യയ്ക്ക് ആ തീരുമാനം ബാധകമല്ല. പേഷ്യൻസ് ആരെങ്കിലും അഭിയെ കാണാൻ ഇവിടെ വന്നോ? വന്നു. ഒഴിവാക്കാൻ പറ്റാത്തൊരു കേസായിരുന്നു. ഓ, അപ്പൊ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പണം കൊടുത്തത് അല്ലേ? പണം കൊടുത്തോ? ആര് പണം കൊടുത്തു? നീ നിന്റെ ഭാര്യയോട് ചോദിച്ചു നോക്ക്. അവള് പറഞ്ഞു തരും. അവള് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാം. എന്താ അഭിരാമി ഇതൊക്കെ? ഞാൻ ആർക്കും പണം കൊടുത്തിട്ടില്ല. അമ്മ എന്താ കണ്ടതെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. 20,000 രൂപയാ ആ വന്നയാൾക്ക് അഭിരാമി കൊടുത്തത്. അത് ഞാൻ കണ്ടതാ. അല്ലെങ്കിൽ ഇവള് പറയട്ടെ. ഞാൻ ആർക്കും 1 രൂപ പോലും കൊടുത്തിട്ടില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞും അമ്മയും ചേച്ചിയും കൂടി ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത്. ഇപ്പോ നമ്മള് കുറ്റക്കാരായി. നീ ഇരുന്നതുകൊണ്ടാ അവള് പറഞ്ഞതിനുള്ള മറുപടി ഞാൻ കൊടുക്കാത്തത്. അല്ലെങ്കിലും ഭർത്താക്കന്മാരെ ഒളിച്ച് ഓരോന്ന് ചെയ്യുന്ന ഭാര്യമാരെ കുറ്റം അവസാനം നാത്തൂന്റെ അമ്മായിമ്മയുടെ തലയെ കൊണ്ടുവെക്കും. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഭാര്യയ്ക്ക് അളവിൽ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഭർത്താക്കന്മാര് ഇതിലപ്പുറവും അനുഭവിക്കേണ്ടി വരും. എടാ, ഒരാൾ ചതിക്കാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ വേണം. അതെങ്ങനെയാ? എന്റെ അനിയൻ ആ ബുദ്ധി ഇല്ലാണ്ടായി പോയല്ലോ. എന്തിനാ ഗീതമ്മേ നമ്മളായിട്ടൊരു കുടുംബം തകർക്കുന്നത്?
ഇങ്ങനൊരു കാര്യം അറിഞ്ഞപ്പോൾ നിങ്ങൾക്കത് രഹസ്യമായിട്ട് തന്നെ അഭിരാമിയോട് ചോദിക്കാമായിരുന്നല്ലോ. ദേ ശബ്ദിച്ചു പോവരുത്. എന്റെ ഇഷ്ടത്തിന് ഞാൻ പലതും പറയും ചെയ്യും. അതിന് എനിക്കാരുടെ ഉപദേശം ആവശ്യമില്ല. ഓ, ഇന്ന് ആരാ ഇവിടെ വന്നത്? നീ ആർക്കാ പണം കൊടുത്തെന്നാ ചോദിച്ചത്? ഗീതേച്ചി അമ്മയും പറയുന്നൊന്നും കാർത്തിക് വിശ്വസിക്കരുത്. ഇല്ല, വിശ്വസിക്കുന്നില്ല. പക്ഷെ സത്യം എന്താണെന്ന് നീ പറയണം. എന്താ ഞാൻ പറയണ്ടേ? നിന്നെ തിരക്കി വന്ന ആൾക്ക് നീ എന്തിനാ 20,000 രൂപ കൊടുത്തത്? ആരെങ്കിലും നിന്നോട് സഹായം ചോദിച്ചു വന്നപ്പോ നീ അവരെ സഹായിച്ചതാണോ? ആണെങ്കിൽ അത് പറ. അത് അഭി പ്ലീസ്, എന്തായാലും നീ അതെന്നോട് തുറന്നു പറ. ഗീതേച്ചി പറഞ്ഞത് സത്യോ? അയാള് എന്നോട് സഹായം ചോദിച്ചു വന്നതാ. ഞാൻ അയാളെ സഹായിക്കുകയും ചെയ്തു. ഗീതേച്ചി അമ്മയെ അറിഞ്ഞാൽ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുമെന്ന് ഭയന്നിട്ടാ ഞാൻ അപ്പൊ ഒന്നും സമ്മതിക്കാതിരുന്നെ. ഇപ്പോഴും നീ ഒന്നും പൂർണ്ണമായിട്ട് സമ്മതിച്ചിട്ടില്ല. നീ പറഞ്ഞത് മുഴുവൻ സത്യവുമല്ല. പക്ഷേ എന്നോട് നീ ഇത്രേ പറയൂ, അതിനെ നിനക്ക് മനസ്സുള്ളൂ. നിന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കാൻ ഞാൻ ആനന്ദല്ലല്ലോ, കാർത്തികല്ലേ. കാർത്തിക്, നമുക്കിടയിലേക്ക് ആനന്ദിന്റെ പേര് വലിച്ചഴിക്കരുത്. അത് ശരിയല്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി. ഇതുവരെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? കുറച്ചുനാൾ മുമ്പ് വരെ നമ്മുടെ ഇടയിൽ ഒരു നല്ല സൗഹൃദമെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പം അതുമില്ല. നീ എന്നിൽ നിന്ന് പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട്. അതുകൊണ്ടാ നമ്മുടെ റിലേഷൻ തകർന്നുകൊണ്ടിരിക്കുന്നത്. നിന്നെപ്പോലെ ഒരു പെണ്ണിനെ ആയിരുന്നില്ല ഞാൻ വിവാഹം കഴിക്കേണ്ടിയിരുന്നെന്ന് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട്. സ്വഭാവശുദ്ധിയില്ലാത്തൊരു ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ഒരു ഭർത്താവും ആഗ്രഹിക്കില്ല. ഞാനും ഇപ്പം അത് ആഗ്രഹിക്കുന്നില്ല. എത്രേ? 50. വയറ് ഷേപ്പാക്കാൻ ബെൽറ്റ് ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാ കഴുത്ത് ശരിയാക്കാൻ ബെൽറ്റ് ഇടുന്ന ഒരാളെ കാണുന്നത്. പെടലി പെടലി അല്ല, ആക്ച്വലി എന്താ സംഭവിച്ചത്? പറയാവുന്നതാണെങ്കിൽ പറഞ്ഞു. നിനക്കെന്താ അറിയേണ്ടത്? ഇതെനിക്ക് ബാലാമണി സമ്മാനിച്ചതാണോന്നോ? എങ്കി അല്ല. പിന്നെ എന്റെ ഭർത്താവെന്ന് പറയുന്നൊരു മാന്യനുണ്ടല്ലോ, ഇത് അയാളുടെ സമ്മാനമാ. എന്തായാലും നന്നായിട്ടുണ്ട് കേട്ടോ. കവിതയ്ക്ക് ഇതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഒന്നല്ല, ഒരുപാടുണ്ട്. ആഹാ, മൈഥിലി, ഇതുപോലൊരെണ്ണം ഞാൻ വിചാരിച്ച നിന്റെ കഴുത്തിലും വീഴും. എന്താ കാണണോ? കാണണം. എടി, അനന്തുവല്ല അരവിന്ദേട്ടൻ. അതുകൊണ്ട് ആ പേടിയൊന്നും എനിക്കില്ല. നിന്നോട് സംസാരിച്ച് ജയിക്കാനുള്ള മൂഡിലല്ല ഞാൻ. എനിക്കൊന്ന് കിടക്കണം. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, എന്താ ഓട്ടോയിൽ വന്നത്? അഴകത്ത് എത്രയോ വണ്ടികളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തൂടായിരുന്നോ? അഴകത്തെ വണ്ടികളിൽ തൊട്ടുപോകരുതെന്ന് ബാലാമണി പറഞ്ഞിട്ടുണ്ടല്ലേ? എന്നെ ജയിക്കുന്ന കവിതയാ. ഇപ്പൊ പെടലിയും പോയി, കയ്യിൽ 5 നയാ പൈസയും ഇല്ല. മനുഷ്യരുടെ ഓരോ ഗതിയേ. എന്നാ പിന്നെ നിന്ന് വേർക്കാതെ പോയി ചെന്ന് കിടക്ക്, റെസ്റ്റ് ചെയ്യല്ലേ. എടി മൈഥിലി, ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ പറയുന്നൊരു വാക്യമുണ്ടല്ലോ, എല്ലാം വിധി, സമയദോഷം. അത് ചിലപ്പോ ശരിയായിരിക്കും. എല്ലാവരും പറയുന്നത് പോലെ ഇത് ബാലാമണിയുടെ സമയമായിരിക്കും. പക്ഷേ എനിക്കും ഒരു സമയം വരും. ബാലാമണിയെ ജയിക്കാൻ ഒരു അവസരം അങ്ങനെയൊന്ന് ഈ കവിതയെ തേടി വരും. അന്ന് ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം.
അയ്യോ പാവം, വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. രുക്മിണി, രുക്മിണി, കറണ്ട് എപ്പോഴാ പോയത്? 6:30 സീരിയല് കാണാനിരുന്നപ്പോ പോയതാ. നിങ്ങൾ എന്താ ഇത്ര താമസിച്ചേ? അതൊന്നും പറയണ്ട, എന്ത് തിരക്കാ. ബസ് കിട്ടി, ബാങ്കിൽ പോയി, മോതിരം എടുത്തോണ്ട് വരണ്ടേ? ഓ, മിക്സി 4 ജാറുള്ളത് കിട്ടിയില്ലേ? അതിനൊക്കെ നല്ല വിലയാവും. അല്ല, മോനെവിടെ? ആ, അതകത്തെങ്ങാനും കാണും. ഓ, നിന്നെ നിന്റെ കാര്യം കുറെ കഷ്ടടി. നിനക്ക് ആ കുഞ്ഞിനെ ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്തൂടെ? ഞാൻ ഇവിടെ സീരിയല് കാണാത്തതിന്റെ വിഷമത്തിലിരിക്കുമ്പോഴാ കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നേ. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ എന്നോട് വഴക്കിടുന്നേ?